ശരി ചേച്ചി. ഞാൻ ഓസ്ട്രേലിയക്ക് ഇപ്പം ഇംഗ്ലണ്ടിലോട്ട് ഇന്ന് എത്തി. ശിവ ചേച്ചനെ എത്ര വർഷം കൂടിയാണ് നമ്മൾ ഇവിടെ നമ്മളമ്മ മരിച്ച ശേഷം ആദ്യമായിട്ട് കാണുക. നമ്മൾ ഇംഗ്ലണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. 2001 നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഞങ്ങൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ശിവചേച്ചിയുടെ ഈ ബാക്ക് യാർഡിൽ ഈ പൂക്കള് ഭയങ്കര എന്തോ അവാച്യമായ ഒരു അനുഭൂതിയാണ്. എന്തുകരം വെറൈറ്റി. ശിവചേച്ചിക്ക് പണ്ട് മുതൽ വീട്ടിൽ കുഞ്ഞായിരുന്നപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ മുതൽ ശിവചേച്ചി എന്ത് നട്ടാലും നല്ല റോസ ആയിക്കോട്ടെ എന്ത് വെച്ചാലും നന്നായിട്ട് വളരുകയും അത് പരിപാലിക്കുകയും പൂക്കളോട് ശിവചേച്ചിക്ക് പണ്ടേ ഒരു അഫിനിറ്റി ഉള്ള ആളാണ്. അത് എന്ത് വെച്ചാലും അതിപ്പം പിന്നെ പ്രസംഗത്തിലും നാടകത്തിലും കാളിദാസിൽ നഴ്സിംഗിന് പഠിക്കുമ്പോഴൊക്കെ നാടകത്തിലുമൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യുകയും നല്ല പ്രസംഗം. പപ്പയുടെ പല പല ക്വാളിറ്റീസും ഞങ്ങൾ 4 മക്കളിലും അതാ ഒരു പേഴ്സണാലിറ്റി. പക്ഷേ ശിവചേച്ചിക്ക് എന്തൊക്കെയാണ് ഒന്ന് ഇന്നലകളിലെ പറ്റിയിട്ടും അത് സ്വന്തം ഗാർഡനെ പറ്റിയിട്ടും. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഗാർഡനിൽ പോയിട്ട് പോലും ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കൾ കുറവായിരുന്നു. ബേസിക്കലി ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് ബ്ലോയിങ്, ഒരു റിലാക്സിങ് ബിറ്റാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ ഡിമെൻഷ്യ ആയിട്ട് ഞാനൊരു ഡിമെൻഷ്യ നേഴ്സാണ്, മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള മെന്റൽ റിലാക്സ് എന്ന് പറയുന്ന സാധനം ഭയങ്കര അത്യാവശ്യം ഒരു മനുഷ്യന്. ആ മെന്റൽ റിലാക്സ് നമുക്ക് വേണം. നമ്മളെല്ലാം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകുന്നത്. വർക്കിലെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, എന്ത് കാര്യത്തില്ല. നമ്മളിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയ ട്രാഫിക്, ആ സ്ട്രെസ്, ഈ സ്ട്രെസ്, അങ്ങനെ നമുക്ക് വേണ്ടത് ഇപ്പോഴെന്ന് പറയാം പീസ് ഓഫ് മൈൻഡാണ്. തീർച്ചയായും നമുക്ക് ഈ ചെടികളും പൂക്കളും തരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ആ പീസ് ഓഫ് മൈൻഡാണ്. കണ്ണിനൊരു കുളിർമ, മനസ്സിനൊരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി. എത്ര കളേഴ്സാണ്, എത്ര വെറൈറ്റീസ് ഓഫ് പൂക്കളാണ് അതിനകത്ത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വൈൽഡ് ലൈഫിനെയും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ബീസ്, ബംബിൾ ബീ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ബംബിൾ ബീ എന്ന് പറയുന്നത് ഒരു പ്രാണി, ഒരു ബീനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സാധാരണ വൻതേനും ചെറുതേനും മാത്രമേ പെട്ടതാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഒന്ന് അവർ ഇഷ്ടംപോലെ പക്ഷികൾ വരുന്നുണ്ട്, അവർ ചെറിയ ചെറിയ കീടങ്ങളെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ എന്താ പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലോയിങ് ആണ് മെയിൻലി. നമ്മൾ മറ്റുള്ള ഇതിപ്പോൾ എത്രയോ പേർക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഗാർഡൻ എന്ന് പറയുന്ന ഈ ഏരിയയിലുള്ള മറ്റുള്ള ആൾക്കാർക്കും അവരുടെ ജനലിൽ കൂടെ നോക്കിയാലും അവർക്ക് ഈ ഗാർഡൻ കാണാം, അപ്പുറത്തവൻ ജനലിൽ കൂടെ നോക്കിയാലും ഇത് കാണാം. ഇതിപ്പം നമുക്ക് മാത്രമേ, ഇത് പലർക്കും കാണാൻ പറ്റുന്നൊരു കാര്യം. ഇത് 3-4 വീട് അപ്പുറം ഒരു ഇംഗ്ലീഷുകാരനുണ്ട്, ബ്രയൻ എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ പറയുന്നത് ഐ ക്യാൻ സീ യുവർ ഗാർഡൻ ഫ്രം മൈ വിൻഡോ, ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതാണ് എൻ്റെ. ഇതിനേക്കാൾ ഒരു എക്സസൈസാണ്. നമ്മൾ ജിമ്മിൽ പോയി പൈസ കളയുന്നു, നമ്മൾ നടക്കാൻ പോകുന്നു. എന്തുകൊണ്ട് നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിച്ചുകൂടാ? തീർച്ചയായും നമ്മളെ പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടതെന്ന് അറിയാമോ, നമ്മളുടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ വേണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നതാണ് പച്ചക്കറികളും പഴങ്ങളും ചെടികളും. ഇതിപ്പോൾ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറേ വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട്. ഇത് പെറ്റൂണിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് പെറ്റൂണിയക്കകത്താണ് എത്ര കളേഴ്സ് ഉണ്ടെന്ന് നോക്കിയാൽ അതൊരു ചെറിയ പോട്ടിലാണ് വെച്ചേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഡാൽഫേനിയ എന്ന് പറയുന്നതാണ് ഈ ബ്ലൂ ആയിട്ടും ഈ പിങ്ക് ആയിട്ടും കാണുന്നത്. അത് ഡാൽഫേനിയം. ആ നിൽക്കുന്ന ചെടികളാണ് ഇന്ത്യൻ സമ്മർ പ്ലാന്റ്. അതായത് ആ നിൽക്കുന്ന യെല്ലോ, റെഡ്, അതിൻ്റെ 7 വെറൈറ്റീസ് ഓഫ് ഇന്ത്യൻ സമ്മർ പ്ലാന്റ് ഉണ്ട്. ഇന്ത്യൻ എന്നുള്ള പേര് ഇതിൻ്റെ അകത്തുണ്ട്, ഇന്ത്യൻ സമ്മർ പ്ലാന്റ്. അതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓട്ടം കളർ അല്ലേ, ഒരു ഓട്ടം എന്ന് പറയുന്ന പഴുത്ത ഇലകൾ വീഴുന്ന ഒരു കളർ അല്ലേ, അതാണ് ഒരു ഓട്ടം സമ്മർ പ്ലാന്റ്. അത് പ്ലാന്റ് ആണത്, അത് ഇന്ത്യൻ സമ്മർ പ്ലാന്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിൻ്റെ മുമ്പിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റിലെല്ലാം ജിറേനിയം, അതിനകത്തൂടെയൊക്കെ ടൊമാറ്റോയുണ്ട്, ട്രെയിലിംഗ് ടൊമാറ്റോയും നേരെ നിൽക്കുന്ന ടൊമാറ്റോയുണ്ട്. അങ്ങനെ കുറേ റോസസ് ഉണ്ട്. പിന്നെ ഡാലിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡാലിയ ഉണ്ട്. പിന്നെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിങ്, നമ്മളൊരു ഗാർഡന്റെ ഭംഗി എന്ന് പറയുന്നത് പൂക്കളും അതിന്റെ ലാൻഡ്സ്കേപ്പിങ്. നമുക്കൊന്ന് നടന്ന് കാണാൻ നമുക്കിവിടെ ചൊരക്കായുണ്ട്, കുമ്പളങ്ങയുണ്ട്,
മത്തങ്ങയുണ്ട്, ആ. പിന്നെ പയറുണ്ട്, പല വെറൈറ്റീസ് ഓഫ് ബീൻസ് ഉണ്ട്. ആ. അങ്ങനെ നമുക്ക് എല്ലാത്തരം സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് സൺഫ്ലവേഴ്സ് ഉണ്ട്. ആ. സൺഫ്ലവേഴ്സും മാരിഗോൾഡ് എന്ന് പറയുന്നത് ഈ പക്ഷികൾ ഇതിനെയൊക്കെ ഈ യെല്ലോ കളറിന് ഒരു അട്രാക്ഷൻ ഉണ്ട്. വളരെ അട്രാക്ഷൻ ഉണ്ട്. പോളിനേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ബീസ് വേണം. ആ. ആ ബീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ കളേഴ്സ് എന്ന് പറയുന്നത് യെല്ലോയാണ്. ആഹാ. അപ്പം നമുക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറേ മാരിഗോൾഡ് കാണും. ഈ വെന്തി എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയും, ഇത് വെറും വെന്തിയില്ലെന്ന്. പക്ഷെ അതിൻ്റെ ബ്യൂട്ടി ഒരു ഭയങ്കരമാണ്. അതെ. ആ വെന്തി ഒരു ലൈനായിട്ട് അങ്ങ് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് കാണാൻ എന്നാ അഴകാന്നറിയാമോ. അതുപോലെ തന്നെ നമ്മൾ ഈ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാം അണ്ണാറക്കണ്ണം വന്നത് തിന്നുന്നതും ഇവിടെ വരും. പിന്നെ അതിനകത്ത് കയറിയും തിന്നും. പിന്നെ ഈ പക്ഷികൾ അത് കൊത്തിപ്പറിക്കുന്നത് എല്ലാം ജീവിക്കാൻ അവകാശമില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതെനിക്ക് ഒരു പാഷനാണ്. എനിക്ക് നേഴ്സായില്ലായിരുന്നു, ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആയപ്പോഴായിരുന്നു എനിക്ക് നല്ലത്. വല്ല റിസർച്ച് ചെയ്ത് വല്ല ഡോക്ടറേറ്റും ഒക്കെ എടുക്കാറുണ്ട്. ശിവശേഷി പണ്ട് ശിവശേഷിക്ക് ഒരു കോളേജ് പ്രൊഫസർ മലയാളം MA പഠിക്കുമ്പോൾ അതാണെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കാലങ്ങൾ കഴിയുന്നതോറും നമ്മളെ ഇങ്ങോട്ട് തെറി പറയാത്ത, നമുക്ക് അങ്ങോട്ട് എന്തും പറയാവുന്ന ഒരു സാധനത്തെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഇങ്ങോട്ട് തിരിച്ചു പറയുന്നവരെക്കാളും നല്ലത്. അവരാരും ഒന്നും പറയത്തില്ല. അവര് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുകയുള്ളൂ. നമ്മുടെ പിള്ളേര് പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡില് നമ്മുടെ നോളജ് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയും അവരുടെ നോളജുമായിട്ട് ആകാതിരിക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും അവർക്ക് നമ്മളോടൊരു വിരക്തി. നമ്മൾ അപ്ഡേറ്റ് അല്ല, നമ്മുടെ നോളജ് ബേസ് നമ്മൾ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് പഠിക്കേണ്ടത് വരും. അങ്ങനെ ഒരു കാര്യം. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. കാരണം ഇതിനെപ്പറ്റി അവർക്ക് വലിയ വിവരമൊന്നുമില്ല. എടാ, ഒരു ചെടിയുടെ വിത്ത് എങ്ങനെ സൂക്ഷിക്കണം, ഒരു ചെടിയുടെ കിഴങ്ങ് എങ്ങനെ സൂക്ഷിക്കണം, ഇതൊന്നും അവർക്കറിയത്തില്ല. പക്ഷെ നമുക്കറിയാം. കാരണം ഇതെല്ലാം തന്നെ കിഴങ്ങിട്ട് മുളപ്പിച്ചതും വിത്ത് പാകി ഉണ്ടാക്കിയതും കഴിഞ്ഞ വർഷത്തെ വിത്ത് എടുത്തു വെച്ചതും കുറേ എല്ലാം വാങ്ങിച്ചതും അങ്ങനെയൊക്കെയാണ്. അതെല്ലാം നമ്മളതിൻ്റെ ഓരോ സ്റ്റേജ്. കാരണം ഇപ്പം വിൻ്റർ ആകുമ്പം നമുക്ക് വിൻ്റർ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന് ഡിപ്രഷനിലേക്ക് പോകാൻ പറ്റിയ ഒരു സീസണാണ് വിൻ്റർ. എന്നെ സംബന്ധിച്ച് നവംബർ ഡിസംബർ ആകുമ്പം ഇതിൻ്റെ കിഴങ്ങുകൾ മുഴുവൻ ഞാൻ എടുക്കും. ഇത് കഴുകി 15 ദിവസം ഇത് അവിടെ തന്നെ വെച്ച തണലുള്ളിടത്ത് വെച്ച് ഉണക്കും. ഉണക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്യും. അതിനുശേഷം പേപ്പർ ഷെഡിങ്ങിനുള്ള കാർഡ്ബോർഡ് ബോക്സിനകത്താക്കി ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ച് അതിനിടയ്ക്ക് കൂടെ തുളയിട്ട് അവരെ എല്ലാവരെയും കുറച്ച് ടോയ്ലറ്റിൽ വയ്ക്കും, കുറച്ച് സ്റ്റോർ റൂമിൽ വയ്ക്കും. അങ്ങനെ വെച്ച് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നോക്കി. അപ്പം ഞാൻ ബിസിയാണ്, എനിക്ക് വേസ്റ്റ് ചെയ്യാനോ മറ്റുള്ള അൺവാണ്ടഡ് കാര്യങ്ങൾ പറയാൻ ചിന്തിക്കാനുള്ള സമയമില്ല. ഐ ആം ഓൾവേസ് വറീഡ് അബൌട്ട് ദ ഗാർഡൻ. അപ്പൊ എൻ്റെ മനസ്സിനെ ഞാൻ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ മെന്റൽ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ ആ പ്രശ്നം ഈ പ്രശ്നം, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് അടുത്ത വർഷത്തന്നെ എനിക്ക് എത്ര ബെറ്ററായി ചെയ്യാം, ഏത് പുതിയ പ്ലാന്റ് ചെയ്യാം. നമ്മൾ ഫുള്ളി നമ്മുടെ മൈൻഡിനെ നമ്മൾ എൻഗേജ് ആക്കി വെച്ചേക്കുക കൺസ്ട്രക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമ്മാ ഇരിക്കുന്നവന്റെ മനസ്സിൽ പിശാച് കയറിയിരിക്കും. തീർച്ചയായിട്ടും. അപ്പം നമ്മള് ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് പോയിട്ട് ആരും പെർഫെക്റ്റ് അല്ല. അതെന്തുകൊണ്ട് എനിക്ക് വന്നു, ഇതെന്തുകൊണ്ട് എനിക്ക് വന്നു, അതിനൊന്നും ഉത്തരമില്ല. അത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പോയി ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് തന്നെ ഉത്തരം ഇല്ലാത്ത കാര്യം നമ്മൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും. അതിനേക്കാൾ നല്ലതായിട്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്, നമ്മൾ ഇന്ന് പ്രസന്റിലാണ് ജീവിക്കുന്നത്, അതെങ്ങനെ ഹാപ്പിയാക്കി കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ ആരെ കൊണ്ടെങ്കിലും കഴിഞ്ഞ് 1 മണിക്കൂർ തിരിച്ചു പിടിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, ടു ബി അലൈവ് ഇറ്റ് സെൽഫ് ഈസ് എ ബ്ലെസ്സിങ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ, ഒരു രാവിലെ എണീക്കാൻ സാധിക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ ഒരു ദിവസം 1,50,000 പേരോളം മരിച്ചു പോകുന്ന ഈ ലോകത്ത് 8 ബില്യൺ പോപ്പുലേഷനിൽ രാവിലെ നമുക്ക് കണ്ണ് തുറന്ന് എണീക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂറും ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫ് മിഷൻ ഇന്നത്തെ കാലത്ത്. ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നറിയാമോ?
ലീവ് ആൻഡ് ലെറ്റ് ലീവ്. അതെ, അബ്സല്യൂട്ട്ലി. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. അതിന് ഇവരെനിക്ക് സഹായിക്കുന്നുണ്ട്. എന്നെ തീർച്ചയായിട്ടും. ജീവിക്കാനും മുമ്പോട്ട് നയിക്കാനും ഇവർക്കുള്ളൊരു പങ്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്ട് എന്നോട് ചോദിച്ച പോലെ ഇതിനകത്തുനിന്ന് ഒരു പൂ ആരെങ്കിലും ഒടിച്ചാൽ എനിക്കറിയാം തീർച്ചയായിട്ടും. ആ ഒരു പൂ തീർച്ചയായിട്ടും. യു മിസ്സിംഗ് നോ ആണ്. എക്സാക്ട്ലി ആ, യുവർ ഹാർഡ് വർക്ക് എഫേർട്ട്. അതിനകത്തുനിന്ന് ഇപ്പം ഏതൊരു പിന്നെ വേറെ നമ്മൾ പറയത്തില്ലേ നമ്മുടെ നാട്ടിൽ ഇൻറ്റൻസീവിൽ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്ററിൽ ഒരാളെ ഇട്ട് കുറേ നാൾ വലിപ്പിക്കത്തില്ലേ, ഉം. അത് തെറ്റാന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഈ ഒരു ചെടിയുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പൂ പോകാൻ പൊഴിഞ്ഞു തോന്നിറങ്ങുമ്പം അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഉം. എങ്കിൽ മാത്രമേ പുതിയ ഇതുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. ഇന്നിപ്പം നമുക്ക് മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ നമ്മൾ ഈ വെന്റിലേറ്റർ ഇടുന്ന പോലെയാ പൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു പൂവിനെ പിന്നെയും പിന്നെയും നമ്മളവിടെ നിർത്തിക്കൊണ്ടിരിക്കണേ, അതും പോകും. അതിൻ്റെ മനസ്സ് കറക്റ്റായിട്ട് സമയത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫറിങ് ഇല്ലാത്ത രീതിയിൽ അത് അയാളെ പോകും. എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സമ്മതിക്കണം. പൂവിൻ്റെ കട്ട് ചെയ്യുന്ന സഫറിങ്ങിൻ്റെ അല്ല, പൂവിനെ നമ്മൾ അവിടെ നിർത്തി അത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ സീഡ്സിലേക്ക് ഉള്ള ന്യൂട്രിയൻസ് കൂടുതൽ കൊടുത്തുകൊണ്ട് വേറെ പൂക്കൾ ഉണ്ടാകാനായിട്ട് ചെടി സമ്മതിക്കത്തില്ല. ആഹാ, ആഹാ. ചെടി വിചാരിക്കും ഇതിൻ്റെ വിത്തുകൾ ശേഖരിക്കണം, ഉം, ഉം. ഇവനെ കൊണ്ട് എനിക്കിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആ ചെടിയുടെ അറ്റൻഷൻ പോകും. ഉം. ഇതില്ലാതെ വരുമ്പം അവൻ വിചാരിക്കും അയ്യോ എനിക്ക് പൂക്കൾ കുറഞ്ഞല്ലോ, അടുത്ത പൂക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും. അതാണ് നമ്മളുടെ വ്യത്യാസം. ഞാൻ ഈ ഡാർവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഈ ആനന്ദയ്ക്ക് വലിയ താല്പര്യമായിരുന്നു ജാസ്മിൻ, നമ്മുടെ ആ. മുല്ല വെക്കണം. ആ. അപ്പം ഈ മറ്റേ നിൽക്കുന്ന പടന്നു കയറുന്നതല്ല, കുറ്റിമുല്ല. അപ്പം അത് ഗാർണർ വെച്ച് തന്നായിരുന്നു ആൻഡോ ചേട്ടൻ. അപ്പം അതിൻ്റെ ചില സമയത്ത് വെള്ളം കണ്ടമാനം ഒഴിക്കാത്ത സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞു കമ്പുകളൊക്കെ ഉണങ്ങിപ്പോവും. കാരണം അതിൻ്റെ നാച്ചുറൽ വൈറ്റൽ ഓർഗൺ എന്ന് പറയുന്ന മെയിൻ സ്റ്റമ്പിന് ഒരു കുഴപ്പമില്ല. ചെറിയ ചെറിയ കമ്പുകൾ അതിന് തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. അവർക്ക് എല്ലാവർക്കും സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സെൽഫ് പ്രൊട്ടക്ഷൻ അൺവാണ്ടഡ് ആയിട്ട് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ പ്രിസർവ് ചെയ്യണം? അതല്ലേ എല്ലാ ചെടികളും ശിശിരത്തിൽ എന്തുകൊണ്ടാണ് ഇല കൊഴിക്കുന്നത്? ഉം. ഐസ് വരുമെന്ന് അവർക്കറിയാം. ഉം. സോ അവരത് പിന്നെ വരുന്ന എപ്പോഴാ, പിന്നെ വീണ്ടും അത് വരുന്ന സ്പ്രിങ് ആകുമ്പോൾ എല്ലാം തളർത്ത് വരും. ഉം. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേ കിഴങ്ങുകളൊക്കെ ഇവിടെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭൂമിയിലെ ടെമ്പറേച്ചർ ശരിയായി വരുമ്പോൾ ഒരു തണുത്താൻ കിളുത്ത് വരും. ഉം. ആ ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നോക്കി എന്തൊരു ഭംഗിയെന്ന് നോക്കി, എത്ര കളേഴ്സ് എന്ന് നോക്കി. ഉം. നല്ല നമുക്ക് വെയിലുള്ളപ്പം കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് പല ലൊക്കേഷനിൽ വെച്ച് നമുക്ക് അല്ല ഇതിൻ്റെയൊക്കെ നമ്മളുടെ ഒരു ഈ നൈറ്റ് വിഷൻ എന്ന് പറയുന്ന സാധനം ഉം. അതൊരു റെയറായി കിട്ടുന്നൊരു സാധനവും അത് വളരെ ഭംഗിയായി വരുന്നൊരു സാധനമാണ്. തീർച്ചയായിട്ടും. അത് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം പകലാകുമ്പോൾ ഒത്തിരി ബീസും അതും ഇതും എല്ലാം ഉണ്ട്. സൂര്യനാണെങ്കിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. ഇതില്ല. ഇതിപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ ഇവിടെ 50 ഡാലിയസ് ഉണ്ട്. ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുമോ? 50 ഉണ്ട്. പല പല വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒത്തിരി നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്നും വർണ്ണിക്കാൻ പറ്റത്തില്ല. ശിവചേച്ചി പറഞ്ഞില്ലായിരുന്നോ വല്ല അണ്ണാറക്കണ്ണനും ഈ പിന്നെ ബംബിൾ ബീയും ഒക്കെ വരുമ്പോൾ എന്ന് പറയുമ്പം ഇത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു പാഷനായിരുന്നു മറ്റേ നമ്മൾ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങുന്നതിന് മുമ്പാട്. അതും ഡിസ്ട്രെസ്സിങ് ആയിരുന്നു. കാരണം 5 ദിവസം ഞാൻ ആദിവാസി കമ്മ്യൂണിറ്റിയിൽ ഓസ്ട്രേലിയയിൽ യാത്ര ചെയ്ത് കഴിയുമ്പം ഈ സാറ്റർഡേ സൺഡേ നമുക്കൊന്ന് ഡിസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ആഴ്ച എനിക്ക് ചിലപ്പം പോകേണ്ടി വരും. അപ്പം അതൊരു ടൂളായിരുന്നു. ശിവചേച്ചി ഇപ്പം ചെയ്യുന്ന ഗാർഡനിങ്ങിൻ്റെ അതേപോലെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ സിംബയോസിസ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഈ പൂക്കളും ഈ ഹണി ബീയും ഈ അണ്ണാറക്കണ്ണനും ഇതെല്ലാം കൂടെ കൂടി ഒരു എക്കോസിസ്റ്റം ഉണ്ട്. അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് നേച്ചറിനെ നമുക്ക് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ദേ വർക്ക് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. യുനോ, നമ്മളും പ്രകൃതിയായിട്ട് ഇതേപോലെ സമഞ്ജസമായിട്ട് സമ്മേളിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആർക്കൊരു ദ്രോഹം ചെയ്യാതെ ഒരാളെ നർച്ചർ ചെയ്യാൻ സഹായിക്കുക, ഒരാളെ നമ്മൾ അല്ലെ ആ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചുകൊണ്ട് പറഞ്ഞു ആ ബീ കൊത്തത്തില്ല. കാരണം ബീക്ക് വേണ്ടത് തേനാണ്. അതിവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അവരൊരു കാരണവശാലും നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. കാരണം അവരെന്തിനാ നമ്മുടെ അടുത്ത് വരുന്നത്? അവർക്ക് ഇഷ്ടം പോലെ തേനല്ലേ ഉള്ളേ. ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് അവരെവിടെ ഇരിക്കണമല്ലേ. ഇത് ഇപ്പൊ അവർക്ക് പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് ഓടി നടക്കാനുള്ള ഇഷ്ടം പോലെ പൂക്കളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളൊന്ന് നോക്കി, നമ്മുടെ ഒരു ചീര, അതൊരു വെറും ചീരയാ. അംബ്രാന്തസ് എന്നാണ് ഈ സാധനത്തിന്റെ ഇംഗ്ലീഷ് പേര്. ആ സാധനം
അതാ ഈ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ആ കളറ് ഉം. നോക്കി, അതെന്തൊരു ഭംഗിയായിട്ടൊന്ന് നോക്കി. ഇങ്ങനെ നമ്മള് നിശാശലഭങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. രാത്രിയിലുള്ള ശലഭങ്ങൾ ഉണ്ടായിരിക്കാം, കാണുമോ? ഉണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു വാക്കുണ്ട്, നിശാശലഭം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയും കാണും, അവർക്കും ജീവിക്കണ്ടേ. പിന്നെ ഇപ്പൊ നമ്മള് ഈ ഡാലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഇതിന്റെ പേര് ഡിന്നർ പ്ലേറ്റ് എന്ന്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് അതിന്റെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും മുഴുപ്പുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ബാംഗ്ലൂരൊക്കെ ഫ്ലവർ ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് പണ്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന സമയത്ത് 32 വെറൈറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക്. ഡിഫറെന്റ് 32 വെറൈറ്റീസ് അവിടെ. അത് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ദിവർക്ക് കൊടുത്ത് ഒഴിവാക്കി. എന്നിട്ട് ഞാൻ വേറെ ചെടികളിലേക്ക് പോയി. പിന്നെ ഞാൻ തിരിച്ച് വീണ്ടും ഇതിലേക്ക് വന്നു. കാരണം ഇത് മാത്രം ജൂണിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദി എൻഡ് ഓഫ് നവംബർ വരെ ഇതിൽ പൂക്കൾ കാണും. ഫസ്റ്റ് ഫ്രോസ്റ്റ് വന്ന് ഒരു വലിയൊരു ചത്തുപോകും, കരിയും. ആദ്യത്തെ ഫ്രോസ്റ്റിലൂടെ ഒരു കരിയും. അതുവരെ ഒരു നല്ലതായിട്ട് നമുക്കൊരു ബൂസ്റ്റിംഗ് ആണ്. ഓരോ ചെടിയുടെ അകത്തോടെ തക്കാളിക്കുണ്ട്, പച്ചക്കറിയുടെ മഞ്ഞവും ഇല്ല. ആ ചൊരക്കൊക്കെയാണ് ഒരു 5-6 കിലോ കിട്ടുന്നത്. പച്ചക്കറി നമുക്ക് ഇത്ര സ്ഥലമേ ഉള്ളൂ. കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരു വർഷത്തിനുള്ള പച്ചക്കറികൾ സുഗമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്നെടുത്തിട്ട് തക്കാളിക്ക് കറിക്കിട്ടത് അതൊക്കെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെയാണ്. ഇനിയിരിക്കുന്ന 10 കിലോകളും അങ്ങനെ എടുത്ത് ഫ്രീസറിൽ വെച്ചേക്കും. ഇഷ്ടം പോലെ ഉണ്ട്. തക്കാളിക്ക, ബീൻസ്, പച്ചമുളക്, ഇതെല്ലാം. ഞാൻ ഒരു ഫുൾ ടൈമർ അല്ലേ. ഫുൾ ടൈമർ 12 മണിക്കൂർ 5 ദിവസം 4 ദിവസമാണ് എൻ്റെ ഇത്. ചിലപ്പം എനിക്കിത് ചെയ്യാമെങ്കിൽ എല്ലാ മനുഷ്യർക്കും ചെയ്യാം. ഈ ടിവിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വെറുതെ സമയം കളയാതെ, ഞാൻ അതുകൊണ്ട് ചെയ്യാതെ അല്ലെ, മനുഷ്യൻ ഇതേപോലെയുള്ള എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഏതൊരു മനുഷ്യനും ആക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതിന്റെ സീഡ് തൊട്ട് അവനത് കൃഷി ചെയ്താൽ അവനെ കൃഷിയെ സ്നേഹിക്കും. തീർച്ചയായിട്ടും. നമ്മൾക്കൊരാൾ ഫ്രീ ആയിട്ട് കുറെ നാളത്തേന് ചെടി കൊണ്ട് തന്നു കഴിഞ്ഞാൽ ആ ചെടി പോയാൽ നമുക്ക് സങ്കടം വരികയില്ല. പക്ഷെ നമ്മൾ തന്നെ ചെയ്തതാണെങ്കിൽ നമുക്ക് സങ്കടം വരും. അതുകൊണ്ട് ഞാനൊരു കാര്യം, 1 വർഷം 2 വർഷം എല്ലാവർക്കും ചെടി കൊടുക്കും, 3-ാം വർഷം കൊടുക്കത്തില്ല. നമ്മൾ പൈസ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുത്താൽ അവർക്ക് അതിന്റെ വാല്യൂ അറിയാമല്ലോ. അവര് പണിയെടുത്ത് നമ്മുടെ പിള്ളേര് 14 വയസ്സിൽ വെസ്റ്റേൺ വേൾഡിൽ സാധാരണഗതിയിൽ 14-15 വയസ്സിൽ ഒരു സ്വന്തമായിട്ട് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും ഷോപ്പിലോ പണിയെടുത്ത് അവരുണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അന്നേരം ആ പൈസയുടെ വില അറിയാം. നമ്മൾ അത് സൊസൈറ്റിയുടെ ഒരു വലിയൊരു ഗുണമായി. പിള്ളേർക്ക് ചെറുപ്പത്തിലെ പൈസയുടെ വില മനസ്സിലാക്കി. അത് കിടക്ക് നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ ഒരു സംഗതിയാണ്. ഈ ചെടികൾക്ക് നമ്മൾ ഒരു ചെടി കിളിപ്പിക്കും, അതിന് കമ്പോസ്റ്റ് വേണം, അതിന് വെള്ളം വേണം, അതിന് വേണ്ട ആ ടെമ്പറേച്ചർ, ആ ഒരു സർട്ടൻ ടെമ്പറേച്ചർ മാത്രമേ ഇത് കിളുക്കത്തുള്ളൂ. ഇതൊക്കെ കിളുത്തം നമ്മൾ കൊടുക്കുമ്പം ഒരാൾക്ക് ഇതിനെ കൊടുക്കുന്ന കാര്യം ഞാനിപ്പോൾ എല്ലാവരും പറയും, ഇന്ന കടയിൽ ചോദിച്ചാൽ ഇത് കിട്ടും. ഒരു ചെടിക്ക് ഇപ്പോൾ 2 പൗണ്ട് 3 പൗണ്ടൊക്കെ ആവും. നമ്മളൊരു 10 ചെടി ചുമ്മാ കൊടുത്തു കഴിഞ്ഞാലും ആർക്കൊരു സന്തോഷം വരത്തില്ല. അതുപോലെ തന്നെ ഈ ഡാലിയ എന്ന് പറയുന്ന സാധനം ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്, ഇത് ബൾബായിട്ട്. അപ്പം അടുത്ത വർഷം നമുക്ക് ബൾബ് ഉണ്ടാകും. പക്ഷെ എല്ലാ മനുഷ്യരും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ ഓരോരുത്തർ പറയും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം, മാർക്കറ്റ് പ്ലേസ് അവിടെ ഇത് കിട്ടത്തില്ല. ഇത് നമ്മൾ ഹോളണ്ടിലെ പ്രോപ്പർ ആയിട്ടുള്ള ഡാലിയ ഫാർമേഴ്സ് ഉണ്ട്. ഹോളണ്ട് അവര് ഇംഗ്ലണ്ട് ബേസ്ഡ് ആണ്. ഇംഗ്ലണ്ടിലുള്ള ഹോളണ്ടിലവർക്ക് ഇതുള്ളവര്. അവിടെ നിന്ന് നമ്മൾ അവർക്ക് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഒരു ജെ പാർക്കർ എന്ന് പറഞ്ഞൊരു കുട്ടുണ്ട്, പിന്നെ ഫാർമഗ്രേസി, ഇതെല്ലാം വെബ്സൈറ്റാണ്. അവിടെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ഡച്ച് എക്സ്പ്രഷൻസ് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾക്ക് വേണ്ട ലിസ്റ്റ് അറിയാം. നല്ലതല്ലേ. അപ്പം അന്നേരത്തേന് അവർ നമുക്ക് അതിന് സമയമാകുമ്പോൾ അയച്ചു തരും. അയച്ചു നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരും ടാഗ് ഇട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത്. എല്ലാം ഈച്ച് ആൻഡ് എവരി വണ്ണിൽ ടാഗ് ഉണ്ട്, എവിടുന്നാ വാങ്ങിച്ചതെന്നും എന്താ അതിന്റെ പേരെന്നുള്ളത്. അത് അടുത്ത വർഷം നമ്മൾ സേവ് ചെയ്യും, നമുക്കത് ഉപകാരത്തേക്കുള്ളൂ. തീർച്ചയായിട്ടും. എനിക്ക് പക്ഷെ ഇതെന്നറിയാമോ, ഇത് ആരും കാണണമെന്നൊന്നുമല്ല, എന്റെ മെന്റൽ റിലാക്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതേപോലെയുള്ള വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോലികളിൽ, അത് നേഴ്സിംഗ് ആയിക്കോട്ടെ, ഓഡിയോളജി ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏത് പ്രൊഫഷനിലാണെങ്കിലും നമുക്ക് ഡീസ്ട്രെസ് ചെയ്യാനായിട്ടുള്ള വേസ് ആൻഡ് മീൻസ് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്.
21 വർഷം ഉം. ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഡിമെൻഷ്യയിലാണ്. ഉം. അവിടെ ഞാൻ എല്ലാ വെറൈറ്റീസ് ഓഫ് പേഷ്യൻസ്, അതായത് വെറൈറ്റീസ് മീൻസ് എല്ലാ ടൈപ്പ് കാറ്റഗറീസ് ഓഫ് പീപ്പിളിനെ കണ്ടിട്ടുണ്ട്. ഉം. ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, സയൻറ്റിസ്റ്റിനെ കണ്ടിട്ടുണ്ട്, പ്രൊഫസർമാരെ കണ്ടിട്ടുണ്ട്, ഒരു പണിയും ചെയ്യാത്തവരെ കണ്ടിട്ടുണ്ട്, നേഴ്സിനെ കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഉം. അങ്ങനെ ഏത് വെറൈറ്റീസ് എല്ലാ പണികളും ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഉം. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈച്ച് ഡേ വി ഷുഡ് ബി ഹാപ്പി. Absolutely. നമ്മൾക്ക് ഹാപ്പിനെസ് ആരും ഇങ്ങോട്ട് കൊണ്ട് തരത്തില്ല. ഇല്ല. വി ഷുഡ് മേക്ക് ഹാപ്പി അവർ Correct. സെൽഫ്. Correct. ആ ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തീർച്ചയായും. അല്ലാണ്ട് അയ്യോ അവനത് ചെയ്തില്ലല്ലോ, അവർ സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ലല്ലോ, ഒരർത്ഥമില്ല. ഒരു കാര്യം. നമ്മുടെ ഹാപ്പിനെസ് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. തീർച്ചയായും. ചിലർക്ക് ഇപ്പോൾ പറയത്തില്ല, നല്ലൊരു കുറച്ച് കമ്പനി ആയിരിക്കും ഇഷ്ടം, കുറച്ച് പേര് കൂടി സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അവർ പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കും ഇഷ്ടം. അവർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി കണ്ടുപിടിക്കുക, അതനുസരിച്ച് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി ഇതാണ്, ഞാനത് ചെയ്യുന്നു, ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതിനകത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നിലും കിട്ടത്തില്ല. ഇത് ടാൻജിബിൾ അല്ല, ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഇരിക്കുമ്പോൾ. നമ്മുടെ പേഴ്സണൽ സ്പേസാണ്, നമ്മുടെ പ്രൈവറ്റ് സ്പേസാണ്. ഇവിടെ നമ്മൾ ആരും ചോദിക്കുന്നില്ല, നമ്മൾ എത്ര നേരം ഇരിക്കുന്നു. ഇപ്പം ഏത് ഗാർഡനിലാണെങ്കിലും ഒരു എൻട്രി ടൈമും ഉണ്ട്, ഒരു എക്സിറ്റ് ടൈമും ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ നിന്ന് പോയിരിക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു ഹെവനാണ്. ആ ഹെവൻ ഭൂമിയിൽ ഹെവൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്. കാരണം മരിച്ചു കഴിഞ്ഞിട്ട് ഇല്ലാത്ത ഹെവന് വേണ്ടി നോക്കിയിരിക്കാതെ ഈ ഭൂമിയിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വൈബും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭൂമിയിലെ സ്വർഗം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ഭൂമി എന്ത് സുന്ദരമായ. അല്ല, ഇതിപ്പോൾ എല്ലാവരും ഒരു 5-6 ഹാങ്ങിങ് ബാസ്ക്കറ്റ് വീട്ടിൽ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റ് വലിയ പണിയൊന്നുമില്ല. ഈ മാതിരി ഒത്തിരി പരിപാടിയൊന്നുമില്ല. നമ്മളെ വിയാൻകി ചെല്ലുക, ഒരു 3-4 ചെടി വാങ്ങിച്ചാൽ എല്ലാത്തേക്ക് വയ്ക്കുക, വെള്ളം ഒഴിക്കുക, ഇച്ചിരി വളർന്നു പറഞ്ഞാൽ ഇറക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിക്കുക, അതിങ്ങനെ വരും. പക്ഷെ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ ഒരുപാട് തണിക്ക് നടന്ന് കുനിയാൻ മേല, പുല്ല് പറിക്കാൻ മേല, എൻ്റെ ഒരു പുല്ല് പറിയില്ലേ. തീർച്ചയായിട്ടും. നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പോലെയാണ്. തീർച്ചയായും. If there is a will, there is a way. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തവർക്കോട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾ സഫർ ചെയ്ത് തന്നെ പോവുക. നമുക്ക് ചിലരെ മാറ്റാൻ പറ്റില്ല, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ കൂട്ടത്തിൽ കൂടുന്ന എല്ലാവരെയും കൊണ്ടും ഞാൻ 2 ചീനിയെങ്കിലും വെപ്പിക്കും. അതെൻ്റെ ഒരു പോളിസിയാണ്. ആദ്യം ഞാൻ അവരോട് സംസാരിക്കാൻ, എൻ്റെ ഗാർഡൻ വന്ന് കാണാൻ പറയും. പിന്നെ അവർക്ക് 2 ചെടി ഞാൻ കൊടുക്കും. വേണമെങ്കിൽ ചെടി ചട്ടി വെച്ച് കൊടുക്കും. അതിന് വെള്ളം കൃത്യമായിട്ട് ഒഴിക്കാൻ അടുത്ത വർഷം അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ കൂടിയ എല്ലാ മനുഷ്യരും ഒരു 10 ഡാലിയെങ്കിലും ഇന്ന് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി. എല്ലാവരും പറയും ചീനി, ഞാൻ നിനക്ക് ചീനിയില്ലേ, ഞാൻ ചീനി കൂടെ തരാം, ഇത് ലുക്ക് ആഫ്റ്റർ ചെയ്യണം, ഞാൻ വന്ന് നോക്കും. കുറച്ച് പേരോട് പറയുന്നു, പണ്ട് ജിജി ഉള്ളപ്പോൾ ജിജി പറയുമായിരുന്നു, അയ്യോ അഗ്രികൾച്ചർ ഓഫീസർ വരും കേട്ടോ, എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ മാതിരി ഒരു ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഇത് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡേസാൻഡിയുടെ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടില്ല, പുള്ളിക്കത്തി കുറേ തക്കാളിക്കുണ്ട്, കുറേ പയറുണ്ട്, ഇതൊക്കെ ഞാൻ കേൾപ്പിച്ചു കൊടുത്താൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡേസാൻഡിക്ക് ഇപ്പോൾ അതിനോട് ഭയങ്കര പാഷനായി. ഇത് ഓരോ വ്യക്തികളും നമ്മുടെ സമയം നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പ്രെയർ ഭയങ്കര ഒരു റിലാക്സിങ് ആണ് ചില പേർക്ക്. പക്ഷെ അതുപോലെ തന്നെ ഒരു ചെടിയെ കണ്ടോണ്ട് ഇതൊരു ക്രിയേഷൻ അല്ലേ. ഈ ചെടി ആരും ഇത്രയും കളറ് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഇത്രയും പെയിന്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പെയിന്റ് ചെയ്യാൻ പറ്റും? ഇല്ലല്ലോ. ഇല്ല. നേച്ചർ ഈസ് എ മാർവൽ. അതാണ് അവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ പ്രകൃതിക്ക് ചെയ്യാൻ പറ്റും. നമ്മളിൽ ബ്യൂട്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ചുറ്റിനുള്ള ബ്യൂട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുള്ളൂ. അവിടെ ഒരു ഇതുണ്ട്, ഒരു കൊറിലേഷൻ ഉണ്ട്. നെഗറ്റിവിറ്റി അട്രാക്ട്സ് നെഗറ്റിവിറ്റി, ഈ പോസിറ്റിവിറ്റി അട്രാക്ട്സ് പോസിറ്റിവിറ്റി എന്ന് പറയുന്ന പോലെ നമ്മളുടെ ആദ്യം ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. ഈ നെഗറ്റിവിറ്റി വരുന്നതെന്ന് അറിയാമോ? നെഗറ്റിവിറ്റി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ
കഴിഞ്ഞുപോയ കാര്യങ്ങളിലെ ചീത്തകൾ മാത്രം കണ്ടുപിടിച്ച് തികഞ്ഞു. ആ ഒരു പക മനസ്സിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ എവിടെയാണ് സമയം? ഒരിക്കലും കിട്ടിയില്ല. ജീവിക്കാനുള്ള സമയത്ത് ജീവിച്ച് തന്നെ തീരണം, വേണ്ടേ? അത് നല്ല പോസിറ്റീവായിട്ട് ജീവിച്ച് തീരണം. സെറ്റ് ബാക്ക് ഇല്ലാത്ത ഒരു മനുഷ്യൻ പോലും എൻ്റെ ജീവിതത്തിൽ സെറ്റ് ബാക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്. ഈ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് പണ്ട് പ്രീ ഡിഗ്രിക്ക് ഞാൻ അവിടെ ഗെറ്റ് ടുഗദർ ഇന്ന് വൈകുന്നേരം പറഞ്ഞ പോലെ കബീർദാസിൻ്റെയും സൂർദാസിൻ്റെയും പഴയ ദോഹകൾക്കകത്ത് പറയുന്ന പോലെ ഫ്രിക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ റോഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ലിപ്പറി ആണെങ്കിൽ നമ്മൾ വീണു പോകും. സോ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടിനെ അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കണം. പ്രോബ്ലംസ് ലോകത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും ഈ നോബൽ ലോറേറ്റ്സുകളെല്ലാം അവരുടെ സയൻറ്റിഫിക്കിൻ്റെ അഡ്വഞ്ചറിൻ്റെ അകത്ത് എത്രയോ സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സെറ്റ് ബാക്കിൽ നിന്നാണ് അവർ പുതിയ പിന്നെയും ശ്രമിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ എത്തുന്നത്. നമ്മുടെ എല്ലാ പിള്ളേരും എല്ലാ മനുഷ്യരും നടക്കാൻ പോകുന്നു, എക്സസൈസ് ചെയ്യാൻ പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഒരു 1.5 മണിക്കൂർ രാവിലെ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒഴി അത് ഇവിടുന്ന് ബക്കറ്റ് വെള്ളം തൂക്കം പിടിച്ചുകൊണ്ട് പോയി എല്ലാ ചെടിയും ചോട്ടിക്കൂടെ ഒഴിക്കുമ്പോൾ ആ എക്സസൈസ് മതി. നമ്മൾ എന്താ ഈ ത്രെഡ്മില്ലെല്ലാം ഓടും, അത് ഓടുന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിസരം വൃത്തിയായി കിടക്കും, നമ്മുടെ മനസ്സും ശുദ്ധമായി കിടക്കും, നല്ല ഫ്രഷ് എയറും കിട്ടും, അത്യാവശ്യം എക്സസൈസും ആവും. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 4 മണി തൊട്ട് ഇവിടെ വന്നിട്ട് 4:30 നിന്ന് 6:15 വരെ ഞാൻ ഇവിടെ പണിയായിരുന്നു. ഞാനത് കേട്ടായിരുന്നു. ഞാൻ കഥ ജനല് തുറന്നിട്ടുണ്ട് കിടന്നപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കുന്ന എനിക്ക് അവിടെ ബെഡ്റൂമിൽ ആ കേട്ടായിരുന്നു. സമയം കൊണ്ട് ഞാൻ എല്ലാത്തിനും ഒഴിച്ചില്ല, ചട്ടിയിലുള്ള ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ചു, അത്യാവശ്യം അതും ഇതൊക്കെ നോക്കി എല്ലാവരോടും പോയി സംസാരിച്ചു. അപ്പം കിട്ടണേ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ ഇത്. അപ്പം നമുക്ക് നാളെ ഈ ടോക്ക് കണ്ടിന്യൂ ചെയ്യണം. സൂര്യൻ വന്നു കഴിഞ്ഞിട്ട് ഈ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഈ ഗാർഡന്റെ ലുക്ക് വളരെ ഡിഫറെന്റ് ആവും. ആദ്യം രാവിലെ വരുമ്പോൾ ആ പ്രഭാകിരണങ്ങൾ ഏറ്റുവന്ന് അവർക്ക് വരുന്ന ആ ഒരു പ്രകാശം ഉണ്ടല്ലോ. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ പോലും ഇല്ല, ഈ ലൈറ്റിന്റെ വെളിച്ചത്തിൽ കിടന്ന ആ തെളിച്ചമാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കുന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഇവരെല്ലാരും കൂടെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നിപ്പുണ്ട്. പ്രത്യേകിച്ച് സൺഫ്ലവർ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഗുഡ് മോർണിംഗ് സൂര്യ എന്ന് പറയുക. അത് നല്ല വ്യൂ ആട്ടോ. എല്ലാ സൺഫ്ലവറും അങ്ങോട്ടാവും. അതിന്റെ കൂടുതൽ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഞാൻ ഡാർവിനിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ബേർഡ്സ് രാവിലെ സൂര്യപ്രകാശത്തിന്റെ ആ ഡയറക്ഷനിൽ ഏറ്റവും പൊക്കമുള്ള മരത്തിന്റെ പോയി നിന്നിട്ട് അവരങ്ങോട്ടേക്ക്, അത് രാവിലെയും വൈകുന്നേരങ്ങളിലും അവര് സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പൊ എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇച്ചിരി വൈറ്റമിൻ ഡി അതുകൊണ്ട് സൂര്യപ്രകാശം കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തട ഇത് ഈ മനുഷ്യൻ സൂര്യപ്രകാശത്തിന്റെ ആവശ്യകത ഉണ്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട്. ഏറ്റവും ടാബ്ലറ്റ് എടുക്കണം. വൈറ്റമിൻ ഡി നമ്മുടെ ഏഷ്യൻസിന് ആഗീരണം ചെയ്യുന്ന പരിപാടി കുറവാണ്. ഞാനൊക്കെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കണം, അത് അത്യാവശ്യമാണ്. അപ്പം പ്രകൃതിയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ സംസാരം, നമ്മുടെ ഈ മാസ്റ്റർ എന്ന് പറയുന്നത്, ലൈഫിലെ മാസ്റ്റർ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. കാണാത്ത ദൈവത്തെക്കാളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിട്ടുള്ളത്. നമ്മൾ സ്വന്തം സഹോദരങ്ങളെ, അടുത്തുള്ള സഹോദരങ്ങളെ, അവരോടൊക്കെ ഒരു ഹലോ പറയാതെ നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക. വി ഷുഡ് നോട്ട് ബി എ ഹ്യൂമൻ ബീങ്, വി ഷുഡ് ബി എ ഹ്യൂമൻ ബീങ്, നോട്ട് ബി എ അനിമൽ. നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതി നമ്മളെ തിരിച്ച് സ്നേഹിക്കും. തീർച്ചയായിട്ടും കൊടുത്താൽ കൊലത്തും കിട്ടുന്ന പറഞ്ഞ പോലെ പ്രകൃതിയിലേക്ക് ഇടുക, പ്രകൃതി തിരിച്ച് തന്നോണ്ടേയിരിക്കും. ഇതിന്റെ വളം കൂടെ എന്ന് പറയണല്ലോ. എന്റെ കിച്ചൺ വേസ്റ്റ്, ഹോഴ്സ് പൂവ്, കൗടങ്ങ് വില കൂടുതലല്ലേ, അത് നമ്മൾ ഫാമിൽ പോയി വായിച്ചു. ഇതെല്ലാമാണ് കിച്ചന്റെ ഒരു വേസ്റ്റ് ഞാൻ കളയാറില്ല. കാരണം ഉള്ളിത്തൊലി, പഴത്തൊലി, ടീ ബാഗ്, എന്ത് പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും അതെല്ലാം ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് ഇതിന്റെ മുകളിൽ മണ്ണിടും. അങ്ങനെ ഇതിനകത്ത് നിറച്ച് നമ്മളിങ്ങനെ കൊത്തിക്കഴിഞ്ഞ് ഇഷ്ടം പോലെ മണ്ണിരകളെ കാണാം. അവൻ കർഷകന്റെ മിത്രം നമ്മൾ പഠിച്ചു. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ എല്ലാം സക്സസ്. അപ്പം ഇങ്ങനെ ഒരു സമയം തന്ന നിങ്ങൾക്ക് നമ്മളിനി സംസാരിക്കും. ഓക്കെ, ഇതുവരെ തീർച്ചയായും.